ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം വടക്കേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ശബനത്തിനെ കാണാനാണ്. ശബനത്തിന് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. മോൾക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ 10ാം ക്ലാസ് വരെ യാതൊരു പ്രശ്നവും ഇല്ലേനും 10ാം ക്ലാസ്സിലുള്ള സമയത്ത് അവൾക്കൊരു അപസ്മാരം വന്ന് അപസ്മാരം അത് കൂടിപ്പോയി. ഇപ്പോൾ ഡോക്ടർക്ക് കാണിച്ചപ്പോൾ അതൊരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സർജറി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വലത് ഭാഗത്ത് അവൾക്കൊരു ബലക്ഷയോ പിന്നെ വലത് ഭാഗമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിച്ച് ഒക്കെ നടക്കുന്നതിനോ അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല. അത് നമുക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ വലത് ഭാഗത്ത് ഒരു തളർച്ച, കൈക്കും കാലിനും ഒരു ബലക്കുറവ് വന്ന്. പിന്നെ ഈ അപസ്മാരത്തിൻ്റെ ഗുളിക നിങ്ങൾക്ക് അറിയാമല്ലോ, അത് സ്ഥിരമായിട്ട് കുടിക്കണം. ഇനി അപസ്മാരം വരാതിരിക്കാൻ സ്ഥിരമായിട്ട് കുടിക്കുന്നുണ്ട്. അതാണ്, വേറെ ബുദ്ധിമുട്ട് കാര്യമൊന്നും നോക്കില്ല. പിന്നെ എക്സാമൊക്കെ സ്ക്രൈബ് വെച്ചാണ് എഴുതുന്നത്, കാരണം ഈ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. ബാക്കി നമുക്ക് അവരോട് ചോദിക്കാം. അവരുടെ വീടാണ് ഇതായി കാണുന്നത് കേട്ടോ. ഇതാ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കണം, നല്ലൊരു വരനെ കണ്ടെത്താൻ കേട്ടോ. ഓക്കെ, എന്നാൽ നമുക്കുള്ളിലേക്ക് പോവാം. കിളികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ശബനം. ഉള്ള വലത് കൈ, വലത് കാല്. വലത് കൈ നമുക്ക് പിന്നെ ഒറ്റക്കത് പൊന്തിക്കാൻ പറ്റുമല്ലോ, മറ്റേ കൈൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് അത് പൊന്തിക്കാൻ പറ്റുക. ശബന, എന്തൊക്കെ വിശേഷം? ഇത് ഷബനൻ്റെ ഉപ്പയാണ്. ഉപ്പൻ്റെ പേരെന്താ? ഷംസുദ്ദീൻ. എന്നൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കാം. ഷബനൻ്റെ ഹൈറ്റ് 6'3" അല്ലേ? 6'3" അവളെ ഹൈറ്റ് കേട്ടോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞോളൂ 10ാം ക്ലാസ് വരെ യാതൊരു പ്രശ്നം ഇല്ലേനു അല്ലേ? അപ്പോൾ അപസ്മാരം വന്നിട്ട് സർജറിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ശരിക്കും അത് അപസ്മാരം കൂടിപ്പോയിട്ട് ചെയ്യുന്നതാണ് അല്ലേ? മെഡിസിൻ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസരം വന്നു. ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തു, വലിയ ഹോസ്പിറ്റലൊക്കെ പോയി. അപ്പോൾ അതിൽ ഞങ്ങൾ പിന്നെ ബാംഗ്ലൂർ നിംഹാൻസ് ഹോസ്പിറ്റലാണ് ചെക്ക്. അപ്പോൾ അവർ എല്ലാ ടെസ്റ്റുകൾക്കും ശേഷം പറഞ്ഞത് സർജറി ചെയ്താലേ അസുഖത്തിന് ശമനം കിട്ടുള്ളൂ. സർജറി ചെയ്യുമ്പോൾ അവളുടെ റൈറ്റ് സൈഡിന് വീക്ക്നെസ് വരും. അത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ റിക്കവർ ആവും. പക്ഷേ ചിലപ്പോൾ കൈകൾക്കുള്ള സ്വാധീനം പൂർണ്ണമായിട്ടും പോകും എന്ന് പറയും. പക്ഷെ അൽഹംദുലില്ലാ സർജറിക്ക് ശേഷം അവളുടെ അപസ്മാരം കൺട്രോളായി. വീക്ക്നെസ് ഉണ്ടായിരുന്നു, അത് ഫിസിയോതെറാപ്പി കൊണ്ട് ഈ ലെവലിൽ ഇപ്പം നിങ്ങൾ നടക്കുന്നു കാണുന്ന ഒരു ലെവലിലേക്ക് എത്തിപ്പെട്ടു. മാത്രമല്ല ഇപ്പം അവളുടെ കാര്യങ്ങളൊക്കെ എവിടാണ്, ബുദ്ധിപരമായിട്ടോ മറ്റോ ബുദ്ധിമുട്ടുകളൊന്നും അൽഹംദുലില്ലാ എല്ലാം സലാമത്തായിട്ടുണ്ട്. ഓളെ പിന്നെ കാര്യങ്ങളൊക്കെ ഓള് ചെയ്യും അല്ലേ? ചില കാര്യങ്ങളിൽ ചെറിയൊരു ഹെൽപ്പ് വേണം. കാര്യങ്ങൾക്ക് ഓളെ ഉമ്മയുടെ ഒരു സപ്പോർട്ട് ആവശ്യം വരുന്നുണ്ട്. അതെ, അത്രേ ഉള്ളൂ. വലത് കൈ ഒക്കെ സ്വയം പൊക്കാൻ പറ്റില്ല അല്ലേ? അതെ, ഇടത് കൈ വളരെ ആക്റ്റീവ് ആണ്. അതെ, ഇടത് കൈ കൊണ്ടാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും, ഭക്ഷണം കഴിക്കുന്നതും എല്ലാം അതുകൊണ്ട് തന്നെയാണ്. അതെ. അവൾക്ക് വേറെ ഇവിടുത്തെ ചെറിയ രീതിയിലുള്ള കുക്കിംഗ് അങ്ങനെ അതൊക്കെ അറിയോ? ചെറുതായിട്ടൊക്കെ ചെയ്യാറിയാം. പാത്രം കഴുകാനും വീട്ടിലെ പണികൾ ചെയ്യാനും അവളെ പറ്റുന്ന അടിച്ചു വരിക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതെ. ഷബ്ന, എത്ര വരെയാ പഠിച്ചേ? 10 വരെ. +2 ഉറപ്പിക്കട്ടെ? അപ്പോൾ +2 വരെയാണ് പോയത് അല്ലേ? എക്സാം ഒക്കെ വേറെ ആൾ എഴുതിയതാ അല്ലേ? +2 ഏതായിരുന്നു? കൊമേഴ്സ്. സ്കൂൾ ഇവിടെ അടുത്തായിരുന്നു, കുന്നംകുളത്ത്. അതിനുശേഷം വേറെ എന്തിനാ പോയിരുന്നോ? സ്പെഷ്യൽ സ്കൂള്. അവിടുന്ന് എന്തൊക്കെയാ പഠിച്ചേ? സോപ്പ്, ഹാൻഡ് വാഷ്, കിച്ചൺ, അച്ചാറൊക്കെ ഉണ്ടാക്കലുണ്ടോ? പിന്നെ അടിപൊളിയായിട്ട് ചിത്രം വരക്കും അല്ലേ? ചിത്രം വരയില് പ്രൈസൊക്കെ കിട്ടലുണ്ടോ? സമ്മാനം കിട്ടലുണ്ടോ? ഷബിനക്ക് എത്ര വയസ്സായി? അപ്പൊ നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുമോ? 30-32 വയസ്സ് വരെയൊക്കെയുള്ള ബന്ധങ്ങള്. ഒരു 32 വരെയുള്ള അല്ലേ? സംസാരിക്കുമ്പോ കുറച്ചൊരു സ്പീഡ് അല്ലേ? പക്ഷെ എന്ന് വെച്ച് മനസ്സിലാകായികയൊന്നും ഇല്ല, നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. പിന്നെ നമുക്ക് പക്വതക്കുറവോ ബുദ്ധിപരമായ അങ്ങനത്തെ വിഷയങ്ങളോ കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ? അതെ. പിന്നെ നമുക്ക് ദൂരം പ്രശ്നം ഉണ്ടായിക്കാം ഇല്ല, എവിടെയാണെങ്കിലും കുഴപ്പമില്ലല്ലോ. നമുക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആള് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങള് ഉദ്ദേശിക്കുന്ന എന്താണെങ്കിൽ, ഇവൾക്ക് ഭർത്താവിന്റെ കാര്യങ്ങൾ ഫുള്ളായി നോക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്.
ഇവളുടെ ജീവിതത്തിന് ഭർത്താവിൻ്റെ സപ്പോർട്ടും ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങളുടെ സ്ഥലം ഇപ്പോൾ നിൽക്കുന്നത് കുന്നംകുളം, വടക്കേക്കാട്, അതിൻ്റെ ഇടയിൽ നാരങ്ങാടി, ഞമനങ്ങാട് എന്ന സ്ഥലമാണ്. ഇവിടുന്ന് അടുത്തൊരു ബന്ധം കിട്ടുകയാണെന്നാണ് ഏറ്റവും ഉചിതവും. അതല്ല ഇനി പുറത്താണെങ്കിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഭർത്താവിനെ നമുക്കിവിടെ കൂടെ നിർത്താനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എല്ലാം ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അവൾക്ക് നല്ലൊരു ജീവിതമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വരുന്ന പുരുഷനും ഞങ്ങളെല്ലാ സപ്പോർട്ടും, ഞങ്ങളുടെ ഇങ്ങനത്തെ ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാ സപ്പോർട്ട് ചെയ്യാനും ഞങ്ങളും ഒരുക്കമാണ്. അവൾക്കൊരു നല്ല ജീവിതം കൊടുക്കണം. അവളുടെ ജീവിതത്തിൽ ഒരു ദുഃഖം ഉണ്ടാകാൻ പാടില്ല. വരുന്ന പുരുഷനും നമ്മൾക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അങ്ങനത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇക്ക പറഞ്ഞതാണ് അതിൻ്റെ കറക്റ്റ്. അപ്പോൾ ചില കാര്യങ്ങളിൽ ഉള്ളതായ പരിമിതികളുണ്ട്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് കെട്ടിച്ച് കൊണ്ടുപോയാൽ ചിലപ്പോൾ അതിനനുസരിച്ച് ബുദ്ധിമുട്ട് വരുമ്പോൾ ആ വീട്ടിൽ നിന്നൊക്കെ ഒരു പ്രശ്നം വരരുത്. ഇങ്ങോട്ടാകുമ്പോൾ ഉമ്മാൻ്റെ ഒക്കെ ഹെൽപ്പ് ഉണ്ടാവും. അപ്പോൾ ഒപ്പം തന്നെ അവളുടെ ഭർത്താവ്, അതായത് ഫോർ എക്സാമ്പിൾ പുരുഷന്റെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടെ പോയി നിൽക്കാം. അവൾക്ക് ഫാമിലിയുടെ സപ്പോർട്ട് ആവശ്യമാണ്. തീർച്ചയായും ഇങ്ങനത്തെ ഒരു ബന്ധത്തിന്. അവളൊരു പെൺകുട്ടിയാണ്. അവൾക്ക് എല്ലാത്തിനും ഇവളാവില്ലാത്തത് കൊണ്ട് ചെക്കൻ്റെ ഉപ്പാടെയോ ഉമ്മാടെയോ കുടുംബങ്ങളുടെ പെങ്ങന്മാരുടെ ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടെ നിൽക്കാം. ബുദ്ധിമുട്ടില്ല. അവളൊറ്റക്ക് നിൽക്കാനൊക്കെ ഇവളാണ്. മാറി നിൽക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള ആളൊന്നുമല്ല. തീർച്ചയായും. അതിപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം ഓരോ രീതിയിലായിരിക്കും. ചിലപ്പോൾ വന്ന് നിൽക്കാൻ പറ്റാത്ത ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കണ്ടതിൻ്റെ പേരിൽ നിങ്ങൾ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതൊരു കുട്ടിക്കളി പോലെ എടുത്ത് വരിക, അല്ലെങ്കിൽ ഒരു പക്വത ഇല്ലാതെ ആരും ചെയ്യരുത്. ആദ്യം വീട്ടിൽ പറഞ്ഞ് അവരുടെ 100% സമ്മതത്തോടു കൂടി മാത്രമേ വരാവുള്ളൂ. കാരണം കല്യാണത്തിന് വീട്ടുകാരുടെ സപ്പോർട്ട് വലിയൊരു ഘടകം തന്നെയാണ്. അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടുകാരുടെ സമ്മതം ഇല്ലാണ്ട് കല്യാണം കഴിച്ചാൽ പിന്നെ അതിൻ്റെ വിഷമങ്ങൾ അവൾ അനുഭവിക്കേണ്ടി വരും മോള്. അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ പരിപൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വരാവുള്ളൂ കേട്ടോ. പിന്നെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടൊന്നുമില്ല. സ്വീകരിക്കാം അല്ലേ? നമ്മൾ സഹകരിക്കാനും ജോലി ചെയ്ത് ഓളെ നോക്കാൻ പറ്റിയ ചെറിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് വിഷയമല്ല. അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര മക്കളാ? എനിക്ക് 4 കുട്ടികളാണ്. 2 പെൺകുട്ടി, 2 ആൺകുട്ടി. മൂത്ത 2 പെൺകുട്ടികളിൽ മൂത്ത ആളാണ് ശബനം. ശബനാണ് ഏറ്റവും മൂത്തത്. ഇവിടെ താഴെയുള്ളത് ഒരു പെൺകുട്ടിയാണ്. അവളിപ്പോൾ ഓപ്പറേഷൻ അനസ്തേഷ്യ ടെക്നീഷ്യനാണ്. അവൾ ചെന്നൈയിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് താഴെയുള്ളത് അവളുടെ ബ്രദർ. അവനിപ്പോൾ BBA BCA കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആണ്. പിന്നെ അതായത് ഒരു ആൺകുട്ടിയുണ്ട്. 12 വയസ്സായി. അവൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഷബിനേൻ്റെ കല്യാണമാണ് നമുക്കിവിടെ ആദ്യം നടത്തേണ്ടത് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ആലോചന വരട്ടെ. അല്ലേ ഷബിന? എങ്ങനെയുള്ള പിയാപ്പിളിനെയാ വേണ്ടേ പറഞ്ഞോ? പിന്നെ നല്ല സ്വഭാവം. പിന്നെ എത്രയേ ഉള്ളൂ അല്ലേ? അതെ. നല്ല ഭംഗിയുള്ള, നല്ല മനസ്സിനും ഒക്കെ നല്ല ഭംഗിയുള്ള, നല്ല ക്യാരക്ടറുള്ള അല്ലേ, അവളെ സ്വീകരിക്കാൻ പറ്റിയ നല്ലൊരു പിയാപ്പിളനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ. അപ്പോൾ വേറെന്താ പറയാനുണ്ടേക്കാ? ഇല്ല. പിന്നെ പല ആൾക്കാരും പല സ്ഥലത്തുനിന്ന് വിളിക്കൂ. എല്ലാവരെ പറ്റിയും നല്ലപോലെ അന്വേഷിക്കണം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇവരെ പറ്റി അന്വേഷിക്കുക. ഇരു കൂട്ടരും അന്വേഷിച്ച് തന്നെ കല്യാണമായിട്ട് മുമ്പോട്ട് വരിക. കല്യാണ ശേഷം ഞങ്ങൾ അതറിഞ്ഞില്ല ഇതറിഞ്ഞില്ല എന്നും പറയരുത്. അതുകൊണ്ടാണ് ഓപ്പണായിട്ട് എല്ലാം പറയുന്നത്. കല്യാണം കഴിയാൻ എളുപ്പമാണ്, അത് നിലനിൽക്കാനാണ് പാട്. അപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ട് 100% ബോധ്യപ്പെട്ടിട്ട് മാത്രം മുമ്പോട്ട് വരിക. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല. നിങ്ങൾ നല്ല രീതിയിൽ അന്വേഷിക്കുക കേട്ടോ. വയ്ക്കാം ഇരു കൂട്ടരും. ഷബിനക്ക് പറഞ്ഞേ പറയാനുണ്ടോ? അതേ ഉള്ളൂ അല്ലേ? ആയിക്കോട്ടേക്കാ. എന്നാലായിക്കോട്ടെ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ആ ഷബിനയും ഉപ്പയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരാലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക. പിന്നെ മോളുടെ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കണം കേട്ടോ. ഒക്കെ ഉള്ളതായ പരിമിതികളുണ്ട്. വലത് ഭാഗമാണ് ഒക്കെ ആ ബുദ്ധിമുട്ട്, ഇടത് ഭാഗം അതിനു വേണ്ടി സ്ട്രോങ് ആണ്. എങ്കിൽ പോലും നമ്മൾ 2 കൈ ഉപയോഗിച്ച് അനായാസം ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ കുറച്ച് ടൈം എടുത്തതിന് ചെയ്യാൻ പറ്റുക. പിന്നെയുള്ള സംസാരം കുറച്ച് സ്പീഡിലാണ് എന്നുള്ളതാണ്. പിന്നെ അപസ്മാരം എന്ന് പറഞ്ഞാൽ ആ ഒരു സർജറിയോടുകൂടി അപസ്മാരം എപ്പോൾ വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും അപസ്മാരം വരുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ്
ടാബ്ലറ്റ് സ്ഥിരമായിട്ട് കഴിക്കുന്നത്. ഈ അപസ്മാരത്തിൻ്റെ ടാബ്ലറ്റ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരിക്കൽ കുടിച്ചാൽ പിന്നെ അത് ലൈഫ് ലോങ് കുടിക്കേണ്ടി വരും. കാരണം ഇല്ലെങ്കിൽ അത് വരും എന്നുള്ളൊരു പേടി, ഒരു സംഭവം എല്ലാവരെയും മനസ്സിലുണ്ടാവും. ഡോക്ടറും അങ്ങനെയാണ്. പിന്നെ ഡോസ് മാക്സിമം കുറച്ച് കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ ടാബ്ലറ്റ് എന്തായാലും കഴിക്കണം. പിന്നെ അവൾക്ക് പറഞ്ഞല്ലോ, ഇപ്പോൾ കുക്കിംഗ് ആയാലും ശരി, ഒരു ഭർത്താവിൻ്റെ ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഉണ്ടല്ലോ, ഒരു ഭാര്യമാർ ഇപ്പോൾ ഒരു വീട്ടിൽ എങ്ങനെയാണ് ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് ഒറ്റക്കൊക്കെ ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യാനാവില്ല. അതുകൊണ്ടാണ് ഇവർ നമ്മളുടെ സപ്പോർട്ട് ഉണ്ടാവും. ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഫാമിലീൻ്റെ സപ്പോർട്ട് ഉണ്ട്, ഫാമിലിയൊക്കെ ഓൾ അക്സെപ്റ്റ് ചെയ്യും, ഓളെ കാര്യങ്ങളൊക്കെ ഓക്കെ ഓൾ അങ്ങനെയൊക്കെ ചെയ്താൽ മതി, ബാക്കി ഞങ്ങളും ചെയ്തോളൂ, അങ്ങനെയൊക്കെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പറഞ്ഞേക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ലത് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു ഹസ്ബൻഡും വീട്ടുകാരും തന്നെയാണ്. കാരണം ഇവിടെയും ആൺകുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ഏറ്റവും നന്നാവും അത് തന്നെയാണ്. പക്ഷേ ആ ഒരു പേടി കൊണ്ടാണ് ഇവർ ഇങ്ങോട്ട് വന്നാലും കുഴപ്പമില്ല എന്നുള്ള പറയുന്നത്. കാരണം ആ വീട്ടിലുള്ള ഒറ്റക്കൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവിടെ ഒരു വിഷയങ്ങൾ വരുമോ, ഉമ്മയോ അങ്ങനെ വേറെ എന്തെങ്കിലും വഴക്കാവോ എന്നൊക്കെ വിചാരിച്ചുള്ള പേടിയാണ്. പേരൻസിൻ്റെ ആ ഒരു പേടി, അത് ഭയങ്കര, നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു മോക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു മനസ്സ് തീയായിരിക്കും. ഒരു കല്യാണം കഴിഞ്ഞാൽ നല്ലൊരു പാർട്ണറിനെ കിട്ടിയാലോ ഒരു ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മളെ വീട്ടിലും മക്കളൊക്കെ ഉണ്ടാണല്ലോ, ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ മക്കൾ ഇതൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിലാവുമല്ലോ. നല്ലൊരു ആലോചന തന്നെ വരട്ടെ. അനാവശ്യമായിട്ട് ആരും ഇതിൽ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കരുത്. പിന്നെ അങ്ങനെ വേറൊന്നും കാര്യങ്ങൾ കണ്ടുവരുന്നോലും ആവരുത്. ഓളെ മനസ്സിലാക്കുക, ഓളെ സ്നേഹിക്കുക. നിങ്ങൾ മാക്സിമം കാര്യങ്ങൾ ഇനി അറിയാത്ത എന്തെങ്കിലും ഉണ്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ മുമ്പോട്ട് വരാം കേട്ടോ. ഇൻഷാ അല്ലാ. എന്നായിക്കോട്ടെ. മാക്സിമം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാം.